2 ദിവസം മുമ്പ് എൻ്റെ വലിയമ്മൻ്റെ അടുത്തൊരു ഫാൻ വാങ്ങാൻ പറഞ്ഞു. ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ചു എവിടെ നിന്നാണ് വാങ്ങാന്ന്. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വന്ന പേര് മൈജിയാണ്. ഇതിന് കാരണം ഞാൻ ഇതുവരെ മൈജിന്ന് ഒരു പ്രൊഡക്റ്റ് പോലും പർച്ചേസ് ചെയ്തിട്ടില്ല. അങ്ങനെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ മാത്രം മൈജി ഇതുവരെ ഒന്നും എൻ്റെ അടുത്ത് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കോഴിക്കോട് താമസിക്കുന്ന ഒരാളാണ്. കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ എവിടെ നോക്കിയാലും മൈജിയാണ് കാണുന്നത്. അതൊരു ഹോർഡിംഗ് ആവട്ടെ, ഒരു പോസ്റ്റർ ആവട്ടെ, ഈവൻ നമ്മൾ ടി വിയിൽ ഒരു പ്രോഗ്രാം തുറന്ന് നോക്കിയാൽ പോലും അവിടെ നമ്മൾ കാണുന്നത് ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് മൈജിയാണ്. ഇതേ റീസൺ തന്നെയാണ് ഇലക്ഷൻ സമയമാകുമ്പോൾ രാഷ്ട്രീയക്കാർ അവരുടെ പേരുകളും മുഖങ്ങളും ചിഹ്നങ്ങളും എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊണ്ടിടുന്നത്. ഒരുപക്ഷെ ഒരു പ്രാവശ്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ആളെന്നും അവരുടെ ചിഹ്നം ഇതാണെന്നും. പക്ഷേ ഇതിങ്ങനെ കാണിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇതേ സെയിം കാരണം തന്നെയാണ് പണ്ട് ഹനാൻഷ ചിറാപ്പുഞ്ചി മഴയത്ത് എന്ന് പാട്ട് ഇറക്കിയപ്പോൾ ഇനീഷ്യലി ആ പാട്ട് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഈ പാട്ട് കേട്ട് 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 എന്റെ പ്ലേലിസ്റ്റിൽ സ്ഥിരമായിട്ടുള്ള ഒരു സാധനമായിട്ട് ഇത് മാറി. എനിക്ക് അതിനോടൊരു ഇഷ്ടം ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ഫോൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ കുറെ ആപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യം നമ്മുടെ പേരിൽ ഇൻസ്റ്റാഗ്രാമിലേക്കോ വാട്സപ്പിലേക്കോ പോകുന്നതിനും ഇതേ സെയിം റീസൺ തന്നെയാണുള്ളത്. ഇതിന് പറയുന്ന പേരാണ് ദ മിയർ ഓഫ് എക്സ്പോഷർ. മിയർ ഓഫ് എക്സ്പോഷർ പറയുന്നത് നമ്മൾ ഒരേ കാര്യത്തിനോട് കുറെ സമയം എക്സ്പോസ്ഡ് ആവാണ്, അല്ലെങ്കിൽ ഒരു സാധനം തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു സുഹൃത്തിനോട് നിങ്ങൾക്ക് ഒരു ക്രഷ് തോന്നുന്നതിന് വരെ കാരണം അതായിരിക്കും. മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മിയർ ഓഫ് എക്സ്പോഷർ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളുടെ ബ്രാൻഡ് എത്രത്തോളം ആൾക്കാർക്ക് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നോ അത്രയും അവർക്ക് അതിനോടുള്ളൊരു ട്രസ്റ്റ് ഉണ്ടാവാനും ഓട്ടോമാറ്റിക്കലി അതിനോടൊരു സ്നേഹം ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം ആളുകൾക്ക് കൂടുതൽ ഫെമിലിയർ ആവും തോറും അവർ നിങ്ങളുടെ കോണ്ടന്റ് കാണാനുള്ള ചാൻസ്, നിങ്ങളെ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മിക്ക ഇൻഫ്ലുവൻസേഴ്സിനും സംഭവിച്ചിട്ടുള്ള കാര്യം അത് തന്നെ ആയിരിക്കും. സോ ദാറ്റ്സ് മിയർ ഓഫ് എക്സ്പോഷർ. ഇതുപോലത്തെ കോൺവെർസേഷൻ വൃത്തിയായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് ഫോളോയിങ് ദ പേജ്.